നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വളരെ സജീവമായ ചർച്ചയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി. കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണ്. കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നില്ല. ഒപ്പം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ വിവരങ്ങൾ കേരളം അതിശക്തമായി ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറയുന്നു, കേരളത്തിൽ വലിയ തോതിൽ സഹകരണ മേഖലയടക്കം അഴിമതിയാണ്. ഈ അഴിമതി കൊണ്ടാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. സഹകരണ മേഖലയിലെ അഴിമതിയും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും അത്തരം ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും നേരെയുമടക്കം പരോക്ഷമായ ആരോപണങ്ങൾ പ്രധാനമന്ത്രി തന്നെ ഉന്നയിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം മറുപടി പറയുമ്പോഴും നിങ്ങൾക്ക് ഭയമാണെങ്കിൽ നിങ്ങൾ ആ ഭയം കൊണ്ടിരുന്നോളൂ എന്നുള്ള മട്ടിലുള്ള മറുപടിയാണ് അദ്ദേഹവും നൽകുന്നത്. എന്തായാലും വളരെ സജീവമായ ചർച്ചയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്രമാണോ കേരളമാണോ എന്നത് സംബന്ധിച്ച് ഈ രണ്ട് ഭാഗത്തും വാദങ്ങളുമായും മറുവാദങ്ങളുമായും ആരോപണങ്ങളുമായും നിൽക്കുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്ന് ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഒക്കെ കേട്ട് കാണും. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അഴിമതിയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അങ്ങനെയല്ല, പ്രധാനമന്ത്രി താൻ കള്ളൻ പറയുന്നില്ല എന്നും താൻ സത്യസന്ധമായിട്ടാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. എന്തായാലും കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത് നൽകാത്തതാണ് പ്രതിസന്ധി കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്താണ് ശരി, അല്ലെങ്കിൽ എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം കിരൺ സാർ. നമസ്കാരം, പറയൂ. കേരളത്തിലെ മുഖ്യമന്ത്രി കളവ് അറിയില്ല എന്നുള്ള എല്ലാ കേരളീയർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ 20 സീറ്റിലും ഇടതുപക്ഷം അങ്ങനെ ഭിന്നിക്കൊടി പാറിക്കുമെന്ന. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെന്താ ഇവരെ കുത്തകയാ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 19 ഒന്നും ആവാൻ സാധ്യതയുണ്ടോ? വോട്ടങ്ങനെ ജനങ്ങളാണ് സാർ വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് പിണറായി വിജയന്റെ ധിക്കാരമൊന്നല്ല ഇവിടെ ധിക്കാരമൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ശരിയാ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുവാനുണ്ടെങ്കിൽ ഇവർ വീണ്ടും പോകണം സുപ്രീം കോടതിയിൽ. കേരളത്തിലെ ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് അതിന് ആർജമുണ്ടോ മുഖ്യമന്ത്രിക്ക്? മുഖ്യമന്ത്രി കടമെടുപ്പ് പരിധിക്കല്ലേ ചോദിച്ചത്, അല്ലാതെ കിട്ടാനുള്ളതിനാണോ? പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കൂല എന്നാണ്. തൃശ്ശൂരെ വോട്ടർമാരെല്ലാം CPM-ന്റെ പോക്കറ്റിലാ. ഇവർക്കെന്താ ധാരണ? സാധാരണഗതിയിൽ എല്ലാ പാർട്ടിയുടെ നേതാക്കൾ അവരുടെ പാർട്ടി ജയിക്കുമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ ജയിക്കില്ലെന്നൊക്കെ പറയാറില്ലേ? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ 2-3 സെക്കൻഡ് മുമ്പ് അങ്ങയുടെ ചാനലിൽ പിണറായി വിജയൻ പറയുകയാണ്, ഞങ്ങൾ 10 വോട്ടിന് വേണ്ടി മാറ്റി പറയുന്ന ആളല്ല, ഞങ്ങൾ സത്യമേ അറിയൂന്ന്. ഇവർ SDPI വോട്ട് മേടിച്ചിട്ടില്ലേ? എങ്ങനെയാണ് കേട്ടില്ല? 10 വോട്ടിന് വേണ്ടി ഞങ്ങൾ കോൺഗ്രസ് ചെയ്യുമ്പോഴത്തെ ചെറ്റത്തരം ചെയ്യലാണ്. അതായത് മുഖ്യമന്ത്രിയുടെ വായിന്ന് അങ്ങനത്തെ സംസ്കാരമേ വരൂ. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം. അദ്ദേഹം പറഞ്ഞതാ ഞാൻ പറഞ്ഞ ചെറ്റത്തരന്ന്. അത് പരനാറി എന്നല്ല, അദ്ദേഹത്തിന്റെ സംസ്കാരം. അത് താൻ പഠിച്ചത് താൻ ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുവാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കൂല. ഇദ്ദേഹം ആരാ? പ്രവാചകനാ? സ്വാഭാവികമല്ലേ. അങ്ങനെ BJP-ക്കാരല്ലാതെ കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ? തൃശ്ശൂരിൽ ജയിക്കില്ല എന്നല്ലേ പറയാൻ കഴിയും? അവർക്ക് ജയിക്കുമെന്ന് പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രി ജയിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ വാർത്ത. ഞങ്ങൾക്കാണ് BJP നേരിടുകയാണ്. ഏതടിസ്ഥാനത്തിലാണ് സാർ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്, ആണോ? പക്ഷേ ഈ BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ലോക്സഭയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. കോൺഗ്രസ് എന്തിന് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇവരെന്തിന് മത്സരിക്കുന്ന ദേശീയ തലത്തിൽ? ഇവർക്ക് എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കാനാവും? അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീ ബാലകൃഷ്ണൻ, അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേന്ദ്രത്തിൽ ഈ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന നിരവധി പാർട്ടികൾ ചേർന്ന് ആ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് BJP-ക്ക് ഒരു ബദൽ ഉണ്ടാക്കുമെന്നാണല്ലോ അവർ പറയുന്നത്. ഇതിനാരാ സാർ CPIM? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൊന്ന് തൂക്കുന്നിടത്ത് പൂച്ചക്കന്റെ കാര്യം. പക്ഷേ ഇതേ CPIM-ന്റെ താങ്കൾക്ക് ചരിത്രം ഒന്നുകിൽ താങ്കൾക്ക് ചരിത്രം അറിയാൻ വയ്യാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചരിത്രം താങ്കൾ അറിയാവുന്നത് മറച്ചു വെക്കുകയാണ്. ഇതേ ഇടതുമുന്നണിയുടെ സഹായത്തോടു കൂടിയാണ് 2004-ൽ 1ാം UPA സർക്കാർ BJP-യെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത UPA സർക്കാർ സാധ്യമാക്കിയത്. ഓർമ്മയില്ലാതില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ ആ പാർട്ടി എങ്ങനെ ഇത്ര അകന്നു? ജനങ്ങളെ വെറുപ്പിച്ചത് എങ്ങനെ? സീറ്റ് കുറയുന്നല്ലോ. ബംഗാളിൽ 3-2 ഭൂരിപക്ഷത്തിൽ ഭരിച്ച സ്റ്റേറ്റ് ആണ്. ശരി, താങ്കൾ ആദ്യം പറഞ്ഞ ഭാഗത്ത് നിന്ന് മാറി മാറി പോവുകയാണ്. എന്തായാലും അങ്ങനെ ഒരു സീറ്റ് കുറഞ്ഞുകൊണ്ടോ കൂടിയോണ്ടോ ഒന്നും ജനങ്ങളിൽ അകന്നു പോയി. ശരി, ഓക്കെ, അത് അകന്നു പോയോ എന്നൊക്കെ തെരഞ്ഞെടുപ്പല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഒരിക്കൽ തോറ്റതുകൊണ്ട് അവർ അകന്നു പോയെന്ന് കാര്യം. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചില്ലേ? അങ്ങനെ എനിക്ക് സാധ്യമല്ല, പോസിബിൾ അല്ല സാർ. നമുക്ക് പറയാൻ കഴിയും BJP ഒരു ചുക്കും ചെയ്യാൻ
പിണറായി വിജയനല്ല, CPIM മൊത്തം ധരിച്ചാലും സാധ്യമല്ല. ശ്രീ ബാലകൃഷ്ണൻ എങ്ങനെ ബി ജെ പി ഒരു ചുക്കും ചെയ്യാന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുവരെ ലോക്സഭയിലേക്ക് കേരളത്തിൽ വിജയിക്കാത്ത ഒരു പാർട്ടി എന്ത് ചെയ്യാനാണ്? ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തിരിക്കുന്നു സാർ? ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. രഘുചന്ദ്രൻ പിള്ളയാണ്, രവിചന്ദ്രൻ പിള്ള അല്ലേ, അങ്ങനെ തന്നെയല്ലേ പേര്? TK രവിചന്ദ്രൻ പിള്ള, കൊല്ലം അഞ്ചാൽമൂട്. ശരി, കൊല്ലം അഞ്ചാലൻമൂട് നിന്ന് TK രവിചന്ദ്രൻ പിള്ളയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച്? മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇപ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് നേർക്കുനേർ നിന്നുകൊണ്ട് വിഷയം ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്, സ്വാഭാവികമാണത്. എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം എന്തറിയോ, കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുത്ത് സാമ്പത്തിക അടിത്തറ, കേരളത്തിന്റെ നികുതിയും കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്ന വായ്പയും ഇവര് തൂർത്തടിക്കുവാണ്. ഇപ്പം തന്നെ നവകേരള സദസ് നടത്തി. എന്തോ പ്രയോജനമുണ്ട്? ഞാൻ 4 പരാതി കൊടുത്തതാ കൊല്ലത്ത്. ഈ പരാതി, ഞാൻ ഒരു കോൺട്രാക്ട് വർക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ. ഞാൻ ഈ ബോർഡിന്റെ സംബന്ധമായി 4 പരാതി കൊടുത്തേ. ചെന്നപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊല്ലം കളക്ടറേറ്റിൽ പോയി ആ പേപ്പർ എടുപ്പിച്ച്, എന്നിട്ട് ഇപ്പം വരെ ഫോണിൽ മെസ്സേജ് വന്നില്ല. ഉദാഹരണം ഒന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ കാസർഗോഡ് നിന്ന് മത്സരിച്ച് 2 യൂത്ത് കോൺഗ്രസുകാരെ ഇവര് DYFIക്കാർ വെട്ടിക്കൊന്ന്. അതിന് ആ സുപ്രീം കോടതി അഡ്വക്കേറ്റിനെ വെച്ച്, ഇത് ആരെ കാശ? കേരളത്തിൽ നികുതി അടയ്ക്കുന്ന കാശാണ്. അതേ കണക്ക് കേരളത്തിൽ ഈ കാണിക്കുന്ന അഴിമതികൾ എല്ലാം, മോളും പിണറായി വിജയന്റെ മോളും പുള്ളിയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളും കാണിക്കുന്ന അഴിമതി മറയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് കേരളത്തിൽ അഴിമതി നടക്കുന്നു, സ്വർണം കടത്തുന്നു എന്നൊക്കെ പറയാതെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, അവർ കുറെ കാലമായിട്ട് കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിന് മേളായിട്ട് അന്വേഷിക്കാണല്ലോ, എന്നിട്ട് ഒന്നും പിടിക്കാത്ത എന്താണ്? അവരത് ഒത്തുകളിയാണ്. അവരിവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം. ഇവിടെ ആണ്. കാരണം ഇവിടെ CPM-ഉം പിന്നെ BJP ആയിട്ട് ഒത്തുകളിയാണ്. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് കൂടെ മോശമല്ലേ? അല്ല, അത് തൂർത്തെന്ന് പറയുന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത്. കാരണം അറിയോ, കേരളത്തില്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. വയനാട് നിന്നും സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ആര് പറയുന്നതാണ് കൂടുതൽ ശരിയെന്നാണ് താങ്കളുടെ ഒരു തോന്നൽ? വയനാട് വെള്ളമുണ്ട, അറിയാം, പറയൂ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ കളവ് പറയുന്ന ആളാണെന്നാണ് പറഞ്ഞത്. എന്റെ മുമ്പത്തെ പ്രേക്ഷകൻ ബാലകൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി വഞ്ചിക്കുകയാണ് ചെയ്തത് ജനങ്ങളെ. കാരണം ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു, പിന്നെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇടുമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തത്. പക്ഷെ വഞ്ചകനാരാ? നരേന്ദ്രമോദിയാ. പിന്നെ കേരളത്തിലേക്കുള്ള സാമ്പത്തിക സഹായം വായ്പ മേടിക്കുന്നതാണ്. കാരണം 1 രൂപ കൊടുത്താൽ 25 പൈസയാണ് ഇവിടുത്തെ കിട്ടുന്നത്. അല്ലേ സാർ? അങ്ങനല്ലേ എന്റെ അവസ്ഥ? അതെ. അതെ, ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരുടെ തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ്. നമ്മളെക്കാൾ മുമ്പിൽ പറഞ്ഞ ആൾക്കാർ കുറെ പറഞ്ഞല്ലോ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. പിന്നെ കേരളത്തില് BJPക്ക് ഒരൊറ്റ സീറ്റും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ കിട്ടുന്നില്ല. അടുത്ത നിയമസഭയിൽ ഒറ്റ സീറ്റും കിട്ടാൻ പോകില്ല. കാരണം കേരളത്തിലെ ഭരണം നല്ല സുശക്തമായ ഭരണമാണ് പിണറായി വിജയയുടെ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത്. അങ്ങനെ കള്ളം പറയുന്ന ആളല്ല താനെന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് ജനങ്ങളോട് പറയുന്നു. എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നേക്കാൾ എന്തായാലും രാഷ്ട്രീയം അറിയാവുന്ന ആളാണ് കിരൺ എന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേട്ട് പഴകിയ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ സാറൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കാലത്തെ കണ്ടു 4 ലക്ഷം പേർക്ക് ബുക്ക് മറ്റേ ലൈസൻസിന്റെ ബുക്ക് അടിച്ചു അത് കിട്ടിയിട്ടില്ല. അതിന് പൈസ ഇല്ലെന്നാ പറയുന്നത്. ഇങ്ങനെ ചെറിയ കാര്യം ഇവര് എത്ര നികുതി കൂട്ടി സാറേ? ഈ ഈ ഒരു വർഷത്തിനുള്ളിൽ എത്ര നികുതികൾ കൂട്ടി, എന്നിട്ടും ഇവർക്ക് പൈസ തികയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദൂർത്തല്ലേ? ഈ നമ്മുടെ 28 സംസ്ഥാനങ്ങളും ഇങ്ങനെ ഭരിച്ചു, ഇവർക്ക് മാത്രം എന്താണ് പൈസ ഇല്ല എന്നത്? കേരളം പറയുന്നത് പ്രധാനമായും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആകെ ഈ ശതമാന കണക്ക് നോക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ ഇരട്ടി വിഹിതം കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ പാക്കേജുകളും ഒക്കെ കൊടുക്കുന്നു. പക്ഷെ കേരളം BJP ഭരണ സംസ്ഥാനമല്ല എന്നുള്ളതുകൊണ്ട് പേരിൽ കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാറേ ഞാൻ പറയട്ടെ, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൊടുക്കുന്നതിന് ഒരു നിർദ്ദേശങ്ങളുണ്ടല്ലോ. എന്തായാലും ഭരണ പ്രകാരമുള്ള അതിന് ഒരു എഴുതി വെച്ച ഒരു നിയമമുണ്ടല്ലോ, അതനുസരിച്ചല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിന് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റൂ? പിണറായി വിജയൻ ഇവിടെ അങ്ങനെയല്ല പലപ്പോഴും ചെയ്യുന്നത്. ഈ കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി തുക സ്പെഷ്യൽ പാക്കേജുകളായി 72,000 കോടി രൂപയുടെ പാക്കേജുകൾ
50,000 കോടി രൂപയുടെ പാക്കേജുകളൊക്കെ പല സംസ്ഥാനങ്ങൾക്ക് നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നതാണ്. ആ സംസ്ഥാനങ്ങൾക്ക്, കേന്ദ്രത്തിന് വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് പണ്ടും ഇങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഈ വ്യത്യാസം ഇത്രത്തോളം വലുതായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം വലുതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കലുമില്ല. നിങ്ങൾക്കും ഇത് കറക്റ്റായിട്ട് അറിയാം തന്നെ, ഉറപ്പായിട്ടും. ഇത് ദൂർത്തുകൊണ്ടാണ്. ഭരണത്തിലുള്ള പിടിപാടില്ലാത്തതാണ് പിണറായി വിജയന് പറ്റിയ ഏറ്റവും തെറ്റ്. ഇന്ന് കേരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കോങ്ങാടിനടുത്ത് ഈ ഭാരത് അരി ചെന്നപ്പം അവിടെയുള്ള CPO ആട്ടി ഓടിക്കുന്നത് താങ്കൾ പത്രത്തിൽ കണ്ടായിരുന്നോ? വാർത്ത ഒന്ന് ശ്രദ്ധിച്ചോളൂ. യൂട്യൂബിൽ എല്ലാത്തിനും വരുന്നുണ്ട്. ഈ വികാരപരമായ നീക്കം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതിനുള്ള, ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഇത് വാസ്തവങ്ങൾ മനസ്സിലാക്കണം നമ്മൾ. ഈ പിണറായിയുടെ പിടിപ്പുകേട് പിടിപ്പുകേടാണ് എന്നുള്ള വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ പറഞ്ഞോളൂ. നമ്മുടെ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോഴ് 54 ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയുടെ കടം. ഇപ്പൊ അത് 10 വർഷം കൂടെ കഴിഞ്ഞപ്പം 205 ലക്ഷം കോടിയായി. ഒരു ദൂർത്തുമില്ല. 12 കോടിയുടെ വാഹനമാണ് ഉപയോഗിക്കുന്നത്. അതായത് 12 കോടിയുടെ ഒറ്റ വണ്ടി, റേഞ്ച് റോവർ. അത് രാമന്റെ രാജ്യത്ത് ഉണ്ടാക്കിയതല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ. ഒരു ദൂർത്തുമില്ല. ഇതിപ്പോ 6ാം തവണയാണ് മോഡി ഇവിടെ വരുന്നത്. കല്യാണത്തിന് വരെയും മോടെ കല്യാണത്തിന് വരെ ഇവിടെ വന്നു. 18 കോടിയാണ് ഒരു പ്രാവശ്യം വന്നു പോകുന്നത്. പിന്നെ ഒരാൾ പറയുന്നത് കേട്ടു, എന്താണ് എന്തോന്ന് കൊടുത്തു, അത് കൊടുത്തു, ഇത് ദൂർത്താണ്. 22 പൈസയാണ് 100 രൂപയ്ക്ക് ഇവിടുന്ന് ടാക്സ് കൊണ്ട് 22 പൈസ കേരളത്തിന് കിട്ടുന്നത്. അതേസമയത്ത് 90 പൈസയാണ് അവർക്ക് കൊടുക്കുന്നത്. ആർക്ക്? UPക്ക് കൊടുക്കുന്നത്. അതേ സമയത്ത് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ച 6 സ്റ്റേറ്റ്, കർണാടക, വെസ്റ്റ് ബംഗാള്, അതുപോലെ തന്നെ മറ്റൊരു BJP ഭരിക്കാത്ത എല്ലാ സ്റ്റേറ്റുകളും ചെന്ന് സമരം ചെയ്തു. ഒരുപാട് അടിയാണ്. എന്നിട്ട് പറയാം, അയ്യോ പിണറായി വിജയൻ ദൂർത്ത്. ഇവിടെ പിള്ളേരുടെ പാഠപുസ്തകം അടിച്ചു 4 ലക്ഷം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ എവിടെയാണ് ശരിയെന്നാണ് തോന്നുന്നത്? ഈ പ്രതിസന്ധി കാരണം കേന്ദ്രമാണോ കേരളമാണോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഈ കടം എടുപ്പ് പരിധിയിൽ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഈ കടം കൂടിയെന്നുള്ളതിനും അതിലും ആ റിപ്പോർട്ടിൽ അത് തന്നെ ഉണ്ട്. 18, 19 എന്താ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, നിപ്പ ഉണ്ടായി, ഈ വക കാര്യം. കോവിഡ് എല്ലായിടത്തും ഉണ്ടായി. പക്ഷെ പ്രളയം കേരളത്തിൽ എത്ര പ്രാവശ്യം ഉണ്ടായി? അതുകൊണ്ട് അവിടെ കൂടുതൽ കടമെടുത്തിട്ടുണ്ടായിരുന്നു. ആ സാധനം വെട്ടിക്കുറയ്ക്കുക ചെയ്ത്, ഈ പറഞ്ഞ ഇതിൽ നിന്ന് വെട്ടിക്കുറച്ച് അത് 13,000 ചിലാം കോടി വീണ്ടും വെട്ടിക്കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ആ വെട്ടിക്കുറച്ചത് നമ്മൾ തിരിച്ചു പിടിച്ചത്. അപ്പൊ എല്ലാം കൊണ്ട് എല്ലാ ഭാഗത്തും എങ്ങനെയാണോ ഞെക്കി പിടിക്കേണ്ടതെന്നുള്ളത് പ്രധാനമന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കടമെടുപ്പ് പരിധി ഉണ്ടായത് എങ്ങനെയാണ് കടം കൂടുതലെടുത്തതെന്ന്. പിന്നെ കിഫ്ബിയില് 140 മണ്ഡലങ്ങള് ഏത് MLA ആണ് കിഫ്ബിന്ന് ഫണ്ട് മേടിക്കാത്തത്? അതായത് കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും കിഫ്ബി ഉപയോഗിച്ചിട്ട് എല്ലാ MLA മാരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, അത് ഇടതുപക്ഷം മാത്രമല്ല എല്ലാ MLA മാർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എവിടെയാ വന്നാണ്? അത് 30,000 കോടിയാണ്. ആ 30,000 കോടി കേരളത്തിലെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ചൂടേറിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരാം. വീട്ടിൽ ആർക്കെങ്കിലും രോഗമുണ്ടായി പൊതുവേദി തുടരുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണോ കേരളമാണോ എന്നുള്ള വിഷയവും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഉന്നയിച്ച ആരോപണങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വയനാട് നിന്നും ജോൺസൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ജോൺസൺ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രഘു ആണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രഘു, താങ്കൾക്ക് പറയാം. ഓക്കെ. എനിക്ക് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രിയുടെ ദൂർത്തും അഹങ്കാരം കൊണ്ട് കേരളം ഈ വിധത്തിലായത്. നമുക്ക് തന്നെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അഹങ്കാരം കൊണ്ടായെന്ന് പറയുമ്പോൾ അത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സാധ്യം എല്ലാം ഐ ആം ദ കിങ് എന്നുള്ള ഈ ഇത് വെച്ചോണ്ടാ പുള്ളി പ്രവർത്തിക്കുന്നത്. അതും സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് എന്താണ് ബന്ധം? എന്തോ? അതും സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് എന്താണ് ബന്ധം? സാമ്പത്തിക പ്രതിസന്ധിക്ക് മെയിൻ കാരണം ഇവരുടെ ദൂർത്താണ് മെയിൻ കാരണം. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ ട്രാൻസ്പോർട്ടിൽ ഇപ്പം പല പ്രാവശ്യമായിട്ട് ശമ്പളം കൊടുക്കുന്നത്. ഇവര് ഭരിക്കുവാണെങ്കിൽ, UDF ഭരിക്കുവാണെങ്കിൽ ഇവരെങ്ങനായിരിക്കും പ്രതികരിക്കുന്നത്?
അതിന്റെ ഇൻകം കൊണ്ട് ശമ്പളം കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം. അതിനുള്ള കഴിവില്ല. അത് മനസ്സിലായോ? ശരി. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കേന്ദ്രം പക്ഷേ കേന്ദ്രം കൊടുക്കാമെന്ന് തരാനുള്ളത് കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രം തരാനുള്ള വിഹിതം തരികയും അതോടൊപ്പം തന്നെ കേരളത്തിന് കടമെടുക്കാനുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലുള്ള പരിധി കേരളത്തിന് നൽകണമെന്നുള്ള ആവശ്യമല്ലേ ഉന്നയിക്കുന്നത്? അത് ഇവര് സുപ്രീം കോടതി പോയല്ലോ. എന്നിട്ട് കോടതി തന്നെ എന്തായി? പറഞ്ഞല്ലോ അപ്പോൾ കേന്ദ്രത്തോട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണമെന്ന്. പരിഹാരം ഉണ്ടാക്കണം തീർത്ത് പറഞ്ഞില്ലല്ലോ. ഇന്നത് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കേരളം ഉന്നയിച്ച ആവശ്യം തെറ്റായിരുന്നെങ്കിൽ കേന്ദ്ര സുപ്രീം കോടതിക്ക് സ്വാഭാവികമായി അത് തള്ളിക്കളയാമായിരുന്നല്ലോ. കേരളത്തിന്റെ ദൂർത്ത് കൊണ്ടാണ് കാശ് പോയത്, അതുകൊണ്ട് നിങ്ങൾക്ക് അതല്ല, ഇത് ചോദിക്കാൻ സുപ്രീം അവകാശമില്ല. കോടതിക്ക് പറയാമോ ഇത്ര പേർത്തിന്റെ അവർക്ക് കൊടുക്കണമെന്ന് പറയാൻ? ഞാൻ പറയാത്തത് തന്നെ. കാരണം ഇവരുടെ ശരിയായുള്ള ഇതില്ലാഞ്ഞിട്ട് ഇവരുടെ പ്രവർത്തനം മോശമായിട്ടാ. പക്ഷെ അങ്ങനെ മോശമായിട്ടാണെന്ന് സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതി പറഞ്ഞ കേരളത്തിന്റെ ആവശ്യത്തിൽ നിങ്ങൾ പരിഗണിക്കണം, അത് ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്നാണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പം പൈസ കൊടുക്കുക, അടുത്ത വേക്കത്തെ കുറയ്ക്കണമെന്നാ പറഞ്ഞേ. മനസ്സിലായോ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷത്താണ് ശരിയെന്നാണ് താങ്കളുടെ ഒരു തോന്നൽ? ഞാനൊരു മലയാളി എന്ന നിലയിൽ കേരള സർക്കാരിന്റെ കൂടെയാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനും കൂടെയാണ്. ഞാൻ പിണറായി വിജയനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നരേന്ദ്രമോദി നമ്മളെ ഈ കേരളത്തിൽ ഞെരുക്കുകയാണ്. അവിടെ 13,000 കോടി ഇവ സർക്കാർ സുപ്രീം കോടതി എന്ന് പറഞ്ഞല്ലോ പൈസ കൊടുക്കാൻ പറഞ്ഞേ. നിങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? പിന്നെ രണ്ടാമത് എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പൊതുവേദിയിൽ വിളിക്കുന്ന ഒരാള് വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ, അതങ്ങനെ നമ്മൾ അങ്ങനെ മറ്റൊരാളെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടതില്ല. എന്തായാലും പല ആളുകൾക്ക് പല അഭിപ്രായമാണ്. അവർ അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അതിനെയൊന്നും നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്താറില്ല. മോശപ്പെട്ട രീതിയിൽ അഭിപ്രായം പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. എത്ര തീവ്ര ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയം കാണും, അവരവർക്ക് അവരുടേതായ ശരി കാണും. ആ തരത്തിലേക്കൊക്കെ അവർ അഭിപ്രായം പറയാറുണ്ട്. അതിനൊന്നും നമ്മൾ അതിന് തെറ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കും, ചില സമയത്ത് അങ്ങനെ പോലും ചൂണ്ടിക്കാണിക്കാറില്ല. അവർ പറഞ്ഞു പോട്ടെ എന്ന് തന്നെ കരുതാറേ ഉള്ളൂ. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ചെന്നൈയിൽ നിന്നും രാജേഷാണ്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ നമ്മുടെ പത്രസമ്മേളനം തന്നെ വളരെ നമ്മളെല്ലാം വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഞാൻ കേരളത്തിലല്ല, ഞാൻ ചെന്നൈയിലാണ്. നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള ഈ കേരളത്തിനകത്ത് ഇപ്പൊ ഇന്ന് കേരളത്തിലെ ഒരു ഗവൺമെന്റ് ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നു എല്ലാം. പിന്നെ അതിനുശേഷം പറയുന്നു ഇവിടെ BJP വരാൻ സാധ്യതയില്ല. BJP വരുവോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ ആൾക്കാരെ നല്ല രീതിയിൽ നിർത്തിയാൽ അത് എന്തിനാ BJPയുടെ പറയാൻ എന്തിനാ പോകുന്നത്? നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നിർത്തുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പാകപ്പെട പറ്റിയിട്ട് അവർ വരത്തില്ല ഇവര് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതില്? അതുകൊണ്ട് അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ അങ്ങനെ പറയുന്നത്? അല്ല, രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയെ പോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി കള്ളം പറയുകയാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും ഒക്കെ അഴിമതിയിൽ പങ്കാളികളാണ് എന്നൊരു പ്രധാനമന്ത്രിയൊക്കെ പറയുമ്പോൾ ആ തരത്തിൽ തന്നെയല്ലേ മുഖ്യമന്ത്രി തിരിച്ചു പറയുന്നത് ബിജെപിക്ക് ഒരു വാസ്തവം വന്നിട്ട് നമ്മുടെ ഇടയിലെല്ലാം ഒരു ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അവിടെ എന്തോ നടക്കുന്നത്? അവിടെ ഒരു വികസനം നടക്കുന്നില്ല, ഒരു ഇത് നടക്കുന്നില്ല. എന്നും ഓരോ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തിന്റെ വികസനം നടക്കുന്നത്? നമുക്ക് വികസനം എന്ന് പറഞ്ഞാൽ വികസനത്തിനകത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു സ്വൈര്യമായിട്ട് അവിടെ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. രണ്ടാമത് വന്നിട്ട് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ശ്രീ, താങ്കൾ എന്തായാലും ചെന്നൈയിലല്ലേ? മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ സ്വസ്ഥമായും ശാന്തമായും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടല്ലേ കേരളം? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വസ്ഥമായ ശാന്തമായി നമ്മൾ പറയുന്നുണ്ട്. നമ്മളോടൊപ്പം നോക്കി കാണുന്നില്ലല്ലോ. നമ്മൾ കാണും നമ്മുടെ കൊച്ചു കേരളം. നമ്മൾ എത്രയോ നല്ല രീതിയിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ കേരളം എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്വസ്ഥവും സൗകര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കേരളമാണ്. ഇന്നിപ്പം എവിടെ നോക്കിയാലും അക്രമം, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു വായിക്ക് എതിർവായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ. അങ്ങനെ നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം? നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞോളും, അതിന്റെ മുമ്പ് നമ്മളെ വടകരക്കാരൻ പറഞ്ഞോളും, പിന്നെ അതിന്റെ ശേഷം പറഞ്ഞതും എല്ലാം കേട്ടു. അതിന് വടകരക്കാരനാണെങ്കിൽ സാറ് കണ്ടമാനം സമയം കൊടുത്തു. ആയിക്കോട്ടെ, അതിൽ യാതൊരു കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ ചിലർക്ക് സമയം കൊടുക്കുന്നത്, ചിലർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൂടി പറയേണ്ടി വരുമ്പോൾ അങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ആളല്ലേ മുഹമ്മദ്. അപ്പൊ താങ്കൾക്ക് അറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അയാൾക്ക്
ഇത്ര ഇരണം ഈ പിണറായി വിജയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങള് അയാളോട് അയാൾക്കാണ് ചെന്നിട്ട് അയാളെന്തേലും ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ചെത്തുകാരൻ ഓരന്റെ മകൻ പിണറായി വിജയനോട് ഇത്ര ഏറിയും ദേഷ്യമുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും അദ്ദേഹം ആ പുള്ളിയുടെ രാഷ്ട്രീയം വെച്ചിട്ട് ഓരോരുത്തർ അവരുടെ രാഷ്ട്രീയം കാണും. ചിലപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി തീവ്രമായി പോകും, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് തെറ്റുകൾ വസ്തുതാപരമായ തെറ്റുകൾ പറയുമ്പോഴാണ് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നിതിനാണ്. ശ്രീ നിതിൻ, താങ്കൾക്ക് വേഗത്തിൽ അഭിപ്രായം പറയാം. എവിടെയാണ്, കേന്ദ്രമാണോ കേരളമാണോ, ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് തീർച്ചയായിട്ടും കേരളത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യൻ കട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് കട എടുക്കുന്നത്? നമുക്ക് കട എടുത്ത തുക കൊണ്ട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാധനത്തിൽ കിട്ടി ഒരു 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു 125 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അത് നമ്മൾ റിസോൾവ് ചെയ്യുക. നമ്മൾ 100 രൂപ എടുത്തിട്ട് അത് 100 രൂപയുടെ മുകളിൽ വേറെ 100 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കാര്യമില്ല. ഇപ്പൊ കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെ ഇവര് കേരള സർവീസ് ഒന്നും ഇത് നടന്നതുകൊണ്ട് എന്താ കാര്യം? എന്താ ഗുണം ഉണ്ടായത്? അങ്ങനെ നമുക്ക് ഒരു സർക്കാർ ചെയ്യുന്ന തീരുമാനങ്ങളെല്ലാം അതൊന്നും ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഭീമമായ ചെലവോ അതൊന്നും അല്ലല്ലോ. സർക്കാർ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾക്ക് കൂടുതൽ മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായി കാണാനും അവർക്ക് നിവേദനങ്ങൾ നൽകാനും കൂടുതൽ കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തുകൊണ്ട് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവാണ്. പോസിറ്റീവ് അല്ല എന്നല്ല ഞാൻ അതിൽ അങ്ങനെ ചെയ്യുന്നതിൽ നല്ലതല്ല. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ? എത്ര റിസൾട്ടാണ്, എത്ര കേസാണ് നിങ്ങൾ പിൻവലിച്ച്? അതിനെ കുറിച്ച് സർക്കാർ ആ വിഷയം സംബന്ധിച്ച് നേരത്തെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അവിടെ ആകെ കിട്ടിയ പരാതികൾ, പരിഹരിക്കപ്പെട്ട പരാതികളുടെ ഒരു കണക്ക്, കൃത്യമായ കണക്ക് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ ഇല്ല, വേണമെങ്കിൽ നോക്കാൻ നമുക്ക്. എന്തായാലും സർക്കാർ അങ്ങനെ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. എത്ര പരാതികൾ ഓരോ ജില്ലയിലും ലഭിച്ചിട്ടുണ്ട്, എത്ര എണ്ണത്തിന് പരിഹാരമായി എന്ന മട്ടിൽ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ള പുതിയ കണക്കുകൾ കൂടി പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ന്യൂസ് 18 പൊതുവേദിയുടെ സമയം അവസാനിക്കുകയാണ്. കേരളത്തെ ഞെരുക്കുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിന് അർഹമായ വിഹിതങ്ങൾ നൽകുന്നില്ല, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി ഉയർത്താൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ നിലപാട് സ്വീകരിച്ചവരും പ്രധാനമന്ത്രി പറയുന്നതാണ് കള്ളം എന്ന് പറഞ്ഞവരും, അതല്ല മുഖ്യമന്ത്രിയാണ് കള്ളം പറയുന്നതെന്നും കേരളത്തിൻ്റെ അഴിമതിയും അല്ലെങ്കിൽ ധൂർത്തുമാണ് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.